മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കപ്പേരായ ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോസഫ്. എത്ര വർഷമായിട്ട് കപ്പേരായിട്ടുണ്ട്? 25 വർഷമായിട്ടുണ്ട്. 25 വർഷമായിട്ട് ഈ ദേവാലയത്തിലെ കപ്പേരാണ്. അന്ന് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ചേട്ടൻ കണ്ടുവല്ലോ നേരിട്ട്, എന്താണ് അതിനെക്കുറിച്ച്? അതായത് 3 ആഴ്ചകളിലായിട്ടുള്ള ഞായറാഴ്ചകളിൽ ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഇതുപോലെ അച്ഛൻ കുർബാനക്ക് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിന് കുർബാന കൊടുത്തിട്ടും പോകുന്നുണ്ട്. അച്ഛൻ ഇപ്പുറത്ത് വന്ന് തിരിച്ച് കൊച്ചിൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റലിൽ ബ്ലഡായി. അപ്പോൾ അവള് കൊച്ചത് കഴിച്ചില്ല. അങ്ങനെ ഉടനെ തിരിച്ച് അച്ഛൻ വന്നപ്പോൾ നേരെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. അപ്പം അച്ഛൻ അവിടെ വന്ന് ആൾത്താരയിലേക്ക് വന്നിട്ട് ഞാനുണ്ട്, ഞാൻ ആൾത്താരയിൽ കുർബാന കാണുള്ളൂ. വരുമ്പോൾ തന്നെ എന്നെ കാണിക്കുമ്പോൾ ഈ 3 ആഴ്ച അങ്ങനെ തന്നെ വരുമ്പോൾ തന്നെ എന്നെ വിളിക്കും. അവിടെ കയറി വരുമ്പോൾ വിളിക്കും, ഒന്ന് കണ്ടിട്ടും. അപ്പോൾ തന്നെ പുള്ളി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പുള്ളിക്കത് അങ്ങോട്ട് പൂർണ്ണമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. പുള്ളിയും അത്ര ഇമോഷനായിപ്പോയി, അത്ര അംഗീകരിച്ചൻ പുള്ളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പുള്ളി ആ പ്രാർത്ഥനയുടെ ദുരിശൈലിയുള്ള ആളാണ്, അതുകൊണ്ട് അത്ര ഇതായിപ്പോയി. പിന്നെ അതിനെപ്പറ്റി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിച്ച് എന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന രീതിയിൽ, അതുകൊണ്ട് നമുക്കിത് ഇപ്പോൾ ഞാൻ ഇത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വെച്ചിട്ട് ആരാധിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നേക്കണ എല്ലാവരും വന്ന് കണ്ട്, നിങ്ങൾ സാക്ഷ്യപ്പെട്ടാൽ മതി, വന്ന് കണ്ട്. അങ്ങനെ കുർബാനക്ക് വന്ന എല്ലാവരും കാണിച്ച് 2 നിരയായിട്ട്, എന്നുള്ള ബാക്കി പരിപാടികളൊക്കെ മാറ്റി വെച്ച് 2 നിരയായിട്ട് കാണിച്ച് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് അത് കഴിഞ്ഞ് ഇത് എടുത്തു വെക്കാമെന്നും പറഞ്ഞ് ജസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയൊക്കെ 12 മണിയായപ്പോൾ എടുത്ത് വെച്ച് സക്രാരിയിലേക്ക്. പിന്നെയും ജനം വന്നിങ്ങനെ അച്ഛനെ പ്രസ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ. അപ്പോൾ പിതാവിനെ വിളിച്ച്, അപ്പോൾ പിതാവ് പറഞ്ഞ് അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചോ എന്ന് പറഞ്ഞു. അതിന് 2ാമത് എടുത്ത് വെച്ച് പിന്നെയും കുറേ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് അങ്ങനെ അത് കാണിച്ച്. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചാൻസലർ വിളിച്ച് പറഞ്ഞ് ഇനി എടുത്ത് സക്രാരിൽ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് സക്രാരിലോട്ട് വെച്ചത് ഫസ്റ്റിലത്തെ ആഴ്ചത്തെ അനുഭവമാണത്. അങ്ങനെ വെച്ച് പോയി. അപ്പോൾ ആഴ്ചയിൽ അച്ഛന് ധ്യാനം വരുന്നു 2 ദിവസം ഇത് സക്രാരിലായിരുന്നു. സക്രാരിൽ വെച്ച്. അപ്പോൾ അച്ഛൻ ധ്യാനത്തിന് പോയി ഞായറാഴ്ച, അന്ന് തന്നെ ധ്യാനത്തിന് പോയി. പിന്നെ വെള്ളിയാഴ്ച വരുള്ളൂ. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടും പോയി. കൊറോണ വികാരി വരുമ്പോൾ ഹോസ്പിറ്റൽ തുറന്ന് കൊടുത്തിട്ട് അത് കണ്ട് അതിൻ്റെ ഇത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതനുസരിച്ച് അച്ഛൻ എന്നെ വിളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ വികാരി വന്നു. അങ്ങനെ കൊറോണ വികാരി വന്ന് ഇത് കണ്ട് അതിനെപ്പറ്റി സംസാരിച്ച് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഞാൻ ഇത് പിതാവിനോട് പറയാമെന്നും പറഞ്ഞ് കൊറോണ വികാരി പോയി. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ധ്യാനം കഴിഞ്ഞ് അച്ഛൻ വന്ന ഞായറാഴ്ച ഇതുപോലെ തന്നെ ഈ 2ാമത്തെ കുർബാനക്ക് കുട്ടിക്ക് അച്ഛൻ കുർബാനക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇതുപോലെ തിരിച്ച് അപ്പം തന്നെ നാക്കിൽ വെച്ചാൽ കൊടുത്തത്. അപ്പോൾ ഈ നാക്കിൽ ബ്ലഡായിപ്പോയി. അപ്പോൾ അത് ശരിക്കും ബ്ലഡ് വന്ന് ചുരുങ്ങിപ്പോയി. ആ സമയത്തും ചേട്ടനോട് ആൾക്കാരെ തന്നെ തോന്നിയിരുന്നു സാമ്പത്തിക സാധ്യത ഉണ്ടെന്ന്? അല്ല, അതൊന്നും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതന്നങ്ങനെ വന്ന് പിന്നെ അത് വരുമെന്ന് നമുക്ക് ഒട്ടും ഒരു ഇതില്ല. അങ്ങനെ വന്ന് പിന്നെ 2 തിരുവോസ്തി സക്രാരിലായിരുന്നു. അന്നേരം എഴുതാം. എന്നിട്ട് അച്ഛൻ വന്ന് തിരിച്ച് ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇതുപോലെ എന്നെ വിളിച്ച് കാണിച്ച്. അപ്പം തന്നെ അവിടെ കയറി വന്നപ്പോൾ തന്നെ കാണിച്ച് അവിടെ വെച്ച് ആരാധന നടത്തി. രക്തമായിരുന്നു അല്ലെങ്കിൽ മാംസം പോലെ ആയിരുന്നു? അല്ല, ബ്ലഡായിരുന്നു അതിൽ ആയിരുന്നു. എന്നിട്ട് അത് നാക്കിൽ വെച്ചപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ ഒരു ഇതുപോലെ ആയി വന്ന. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ആരാധന നടത്തി. അന്ന് വന്ന ആൾക്കാരെല്ലാവരും കണ്ട്. പക്ഷെ അന്ന് അച്ഛൻ അധികം വെച്ചില്ല. അച്ഛൻ പറഞ്ഞ് വേണ്ട, നമുക്കിത് അധികം ഇതാക്കണ്ട. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇതൊന്നും 2 പ്രാവശ്യം എടുത്തിട്ടില്ല, ഒന്നും ആർക്കൊണ്ട് ഇടിപ്പിച്ചില്ല. അങ്ങനെ ആർക്കൊണ്ട് ഇടിപ്പിക്കില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് സക്രാരിൽ വെച്ച്. അത് കഴിഞ്ഞിട്ടാണ് വന്ന് ഈ വൈസ് ചാൻസലർ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് അന്നേരം എന്നെ വിളിച്ച് ഞാൻ വന്ന് കൊണ്ടുപോയി. നേരെ അരമനയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇന്നലെ 3ാമത്തെ ആഴ്ച ഇത് അന്നും നമ്മളൊന്നും അതും പ്രതീക്ഷിക്കണില്ല. ഇതുപോലെ തന്നെ പെട്ടെന്ന് കുർബാനൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ പെട്ടെന്നൊരു സംഭവം ഇവിടെ ആ സൈഡിൽ. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഇത് തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നലെ ഭയങ്കര വ്യത്യാസത്തിലാണ്. അത് കണ്ടാൽ നമുക്ക് ഒരു അത്ഭുതം തന്നെയെന്ന് വേണം പറയാനായിട്ട്. അത്രക്ക് ഇതായിരുന്നു ഇന്നലത്തെ. ഇങ്ങനെ ബ്ലഡ് വന്നിട്ട് ഒരു പ്രത്യേക ഒരു പീസ് പോലെ ചെറിയ മാംസം പോലെ ആയിപ്പോയി. ഇതിന് കുതിർന്നിങ്ങനെ ആയിപ്പോയി. അത്രയും ഒരു ഇതായിരുന്നു ആ ഫസ്റ്റ് കാണാനേ. നമ്മളെ ഫസ്റ്റ് തന്നെ കാണണേ, കൊണ്ടുവരുമ്പോൾ തന്നെ കാണണേ. അങ്ങനെ ഇതായിപ്പോയി. പിന്നെ അച്ഛൻ അതോടെ വെച്ച് ആരാധന
കാര്യങ്ങളും അപ്പം തന്നെ നടത്തി. ഇതുപോലെ തന്നെ പിന്നെ അപ്പോൾ ഇന്നലെ അച്ഛൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇത് മൂന്നാമതൊരു അനുഭവമാണ്, നമുക്ക് ഇത് കുറച്ച് വരെ കാണിക്കാം, നമുക്ക് ഇപ്പോൾ വെക്കണ്ട, തിരിച്ചു വെക്കണ്ട നമുക്കെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ വെച്ച് പക്ഷേ നമ്മളൊരു 1 മണി വരെ മനസ്സിൽ കണക്കൂട്ടി. ഞാൻ അച്ഛനും കൂടെ അപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ മീറ്റിങ്ങിന് പോയിട്ടും പറഞ്ഞു ഹോസ്പിറ്റൽ നമുക്കൊരു 1 മണി വരെയും വെക്കാമെന്ന് പറഞ്ഞു. ആ ശരി അച്ഛാ അങ്ങനെയായിട്ട് മീറ്റിംഗ് കഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഇവിടെ ജനം കുന്നുകൂടിപ്പോയി. അപ്പോൾ നമുക്കിത് നിർത്താനും പറ്റണില്ല, അത്രയും ജനമായിപ്പോയി. ഇവിടത്തോളം ക്യൂ ആയിരുന്നു ഫ്രണ്ടിൽ വരെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ഏതായാലും പിന്നെ അവിടെ അറിഞ്ഞ് പിതാവിനോട് പറഞ്ഞ്, അപ്പോൾ പിതാവ് പറഞ്ഞ് 5 മണിക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിക്ക് കറക്റ്റ് 5 മണിക്ക് പിതാവ് വന്നു. പിതാവിനെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി. പിതാവ് കുറച്ച് നേരം പ്രാർത്ഥിച്ച് തന്നെ കയറി അവരെ ഈ കുടുംബത്തിനെ അവിടെ വിളിച്ച്, ആൾക്കാരെ തന്നെ വിളിച്ച് കുട്ടീനോട് സംസാരിച്ച് പിതാവ്, അതുപോലെ അവരുടെ അപ്പനും അമ്മയോടും സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിതാവ് ഇതിനെപ്പറ്റി നമ്മളോട് പൊതുവായിട്ട് കാര്യമാണ്, ഞാൻ ഇത്രയും ജനത്തിന് ഇവിടെ പ്രതീക്ഷിച്ചില്ല, നിങ്ങൾ ആ നല്ല ഇതിന് ഞാൻ ശരിക്കും നിങ്ങൾക്ക് അത്രയും ഇതുണ്ടല്ലോ, അത്രയും എനിക്ക് അതുകൊണ്ട് ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ചെയ്യാനായിട്ട്, നമുക്ക് പെട്ടെന്ന് ഇതെടുത്ത് അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല, ഒരുപാട് പരിശോധനകളുണ്ട് അതിന്. അപ്പോൾ അതിനു വേണ്ടി ഇത് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്തായാലും എനിക്ക് അതുപോലെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ ആ വിശ്വാസം എപ്പോഴും കാത്തു സൂക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥനയിലും ചൈതന്യത്തിൽ നിൽക്കുക. അപ്പോൾ അതിൽ എൻ്റെ പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ അച്ഛൻ 2 മാസമായുള്ളൂ, പുള്ളിയുടെ പ്രാർത്ഥന ശൈലി. വെളുപ്പിന് 5:45 ഞാനൊരു 4:30 വരും ഇവിടെ, ബാക്കിയൊക്കെ ഇണക്കി വെച്ച് 5:45 അച്ഛൻ ആൾക്കാർ വരും. എന്നിട്ട് ഇതെടുത്ത് വെച്ച് ആരാധന 5:45 എടുത്ത് വെച്ചാൽ 6:20 വരെ മൗന ആരാധന എല്ലാ ദിവസവും. അത് വന്നൊന്നുപോലെ അങ്ങനെയാണ് 6:20 വരെ മൗന ആരാധന. അതിനുശേഷം വിശുദ്ധ കുർബാന. ജോസഫ് 25 വർഷമായിട്ട് ഇവിടെ കപ്പേരായിട്ട് ചെയ്യുന്നു. അൾത്താരയായിട്ടും ഈ തിരുവോസ്തിയൊക്കെ ആയിട്ടും അടുത്ത് വയ്ക്കുന്നതും എല്ലാം വളരെ അടുത്താണ്, സക്രാരിയുടെ ഏറ്റവും അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. എന്താ ഇപ്പം ഇങ്ങനെ, അതായത് ഇത്ര നാൾ നമ്മളൊരു അപ്പം എന്ന രീതിയിൽ വെക്കുന്നത് അതേ വസ്തു ഒരു പക്ഷേ ജോസഫിനൊക്കെ പകർത്തി വെച്ചതൊക്കെ ആയിരിക്കാം, വെഞ്ചരിക്കുന്നതിന് മുമ്പ് പകർത്തി വെച്ചതൊക്കെ ആയിരിക്കാം ഈ തിരുവോസ്തി. അപ്പം അങ്ങനെ ഒരു അപൂർവമായ ഒരു അപ്പം ഇപ്പോൾ അതൊരു മാംസ കഷ്ണമായി മാറുന്നു എന്നത് വരുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ ഒരു എന്തോ ഒരു ഇത് ഇങ്ങനെ അടഞ്ഞു കിടന്നു വെച്ച പോലെ അത് ഒരു പെട്ടെന്ന് ഒരു വെളിച്ചം, അത് ഒരു അത്ഭുതമായിട്ട് തന്നെ ജനത്തിന് അത് മാതൃകയായിട്ട് കാണിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും അത് ഞാനും ഇത് പലതും കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ തിരുവോസ്തിയിൽ ഇപ്പോൾ ഈശോയുടെ യഥാർത്ഥ ജീവിതം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നോ എഴുതെടുത്ത് വെക്കുമ്പോഴൊക്കെ? അതുണ്ടല്ല, നമുക്കത് ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ ആകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അത് ഞാനത് കൈകാര്യം ചെയ്യണതാണ് ഇതെല്ലാം. പക്ഷേ ഇത് അതിൻ്റെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത് തന്നെയാണ് ശരിക്കും ഒന്നും കൂടെ നമുക്ക് അത്രയും അതായത് ഭയങ്കര അനുഗ്രഹം. എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോലെ തന്നെ ഒരുപാട് നമുക്ക് ഈ പുണ്യാളിൻ്റെ ആണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കെട്ടിപ്പടുത്തത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ സ്വന്തം പ്രയത്നിച്ചുണ്ടാക്കിയ പള്ളി, മേട, അതുപോലെ ഇത് ഹോള്, സിമിത്തേരി, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു 10 കൊല്ലം പരിശ്രമിച്ചപ്പോഴും ഞങ്ങൾക്കൊരു സിമിത്തേരി കിട്ടിയ. ഒരു സിമിത്തേരി ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പള്ളി ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ. ഇന്ന് അതിനുവേണ്ടി ഒരുപാട് ആരും പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടാൻ സാധ്യത കുറവാണ്. ഇതിൻ്റെ പിന്നിൽ ആദ്യമായിട്ട് ഈ തിരുവോസ്തി ആയ സമയത്തൊക്കെ അന്ന് എന്തായിരുന്നു മാനസികാവസ്ഥ? ഇങ്ങനെ രക്തം കണ്ട ഫസ്റ്റ് ടൈമിൽ നമ്മൾ സത്യത്തിൽ നമുക്ക് ഭയങ്കര ഒന്നും ഇങ്ങനെ കരച്ചിലും സങ്കടവും അങ്ങനെ ഭയങ്കര ഒരു ഇതായിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അനുഭവത്തിൽ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി ശരിക്കും പറഞ്ഞു. തീർച്ചയായിട്ടും വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ? ഈവൻ ഞങ്ങൾക്കായാലും ഇപ്പോൾ നേരിട്ട് കണ്ടില്ല, പക്ഷേ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഒരുപാട് ആശ്ചര്യം, അതുപോലെ തന്നെ വലിയൊരു ദൈവാനുഭവമാണ് ഈ ദേവാലയത്തിലും. അതോടൊപ്പം തന്നെ ഇത് നേരിട്ട് കണ്ട വിശ്വാസികളുടെയൊക്കെ അനുഭവം നമ്മൾ കേൾക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പിന്നീട് കണ്ടിട്ടില്ല, കേൾക്കുകയാണെങ്കിലും ഇവരെല്ലാവരും അത് നേരിട്ട് കണ്ട അനുഭവമാണ്. അവർക്കത് വാക്കുകളിലൂടെ എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും മാനസികമായിട്ട് ഇവരെല്ലാവരും ആ ഒരു ആത്മീയ സ്വർഗീയ അനുഭവത്തിൽ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.